അപ്പൊ അങ്ങനെ ഒടുവില് വയനാട്ടില് UDF തറക്കല്ലിട്ടു. അതായത് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ കഷ്ടമുണ്ട്. കാരണം അവർ കുറെയൊക്കെ കേട്ടെങ്കിലും അവർ ആ കാര്യത്തിലോട്ടൊക്കെ കടന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, അതായത് വയനാട്ടുകാർക്ക് കാണാതെ പോയ രണ്ടുപേരെ ഇന്ന് തിരിച്ച് കണ്ടുകിട്ടി. അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണാനും പറ്റി. അപ്പൊ എന്തായാലും തറക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കി എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇന്ന് രാവിലെ ചർച്ചയിൽ പറഞ്ഞായിരുന്നു, പണ്ട് ഉമ്മൻചാണ്ടി ഇതുപോലെ പലയിടത്തും കൊണ്ടുവന്ന് ഒരുപാട് തറക്കല്ല് ഇട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇതില് എനിക്ക് ഭയങ്കര ആകർഷകമായി തോന്നിയത് നമ്മുടെ എന്താ പറയാ, പ്രിയങ്ക ഗാന്ധിയുടെയും ഇദ്ദേഹത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും 2 പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ ഹൃദയത്തിൽ തൊടുന്ന പ്രസംഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ 2 പ്രസംഗങ്ങളാണ് ഞാൻ കേട്ടത്. കാര്യം വയനാടുകാരോട് ഇവർക്ക് 2 പേർക്കും ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്തൊരു സ്നേഹം ആ പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളിലൂടെ സ്നേഹം ഒഴുകി എനിക്ക് തോന്നുന്നു അതുമൂലം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അത്രത്തോളം സ്നേഹത്തിലാണ്, സഹോദരങ്ങളായിട്ട് കാണുന്നു. ഇന്ദിരാഗാന്ധിയും പോയിട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെയാണ്. അവരെ സഹോദരങ്ങളാണ്. അവര് എടുത്ത ത്യാഗത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ അതിജീവിച്ചതിനെ കുറിച്ചും അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചും ഒക്കെ അവര് ഭയങ്കരമായി വാചാലരാകുന്നത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഒരു പക്ഷെ അവിടെ കൂടിയവരെല്ലാം കണ്ണീരണിഞ്ഞു എന്ന് പറയേണ്ടി വരും അക്ഷരാർത്ഥത്തിൽ. അത്ര ഭീകരമായൊരു പ്രസംഗമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി. കാര്യം ശരിയാണ്, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഇടെ KC വന്നിട്ട് ഒരു തട്ടി ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞിരുന്നു വസ്തു തരണമെന്ന്. എപ്പോൾ പറഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ K. രാജൻ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് അങ്ങനെ ആരും കോൺഗ്രസ്സുകാരും വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് രേഖാമൂലം ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് പോലും ഞങ്ങൾക്ക് തരാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം, തന്നിരുന്നില്ല എന്നുള്ള കാര്യം റവന്യൂ മന്ത്രി K. രാജൻ എല്ലാവരോടും പറഞ്ഞിരുന്നതാണ്. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ യോഗം വിളിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച കാര്യമാണ്. 100-ലധികം വീടുകൾ വെക്കാൻ താല്പര്യമുള്ളവരുടെയൊക്കെ ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഇവരൊക്കെ വന്നിട്ട് ഒരുപാട് ഇത് അടിച്ചിട്ട് പോയതാണ്. എന്നിട്ട് പോലും സ്ഥലത്തിന്റെ കാര്യം അവർ മിണ്ടിയിട്ടില്ല. എന്നിട്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ ഭയങ്കര സ്ഥലം മേടിക്കുന്നു. അവിടെ ഇപ്പം 100 വീടുകൾ വെക്കാനുള്ള പദ്ധതിയാണ്. അതിന്റെ ശിലാസ്ഥാപനമാണ് കഴിഞ്ഞത്. അവിടെ KC വേണുഗോപാൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് അവിടെ ഈ വിഷയങ്ങളെല്ലാം കണ്ട് കണ്ണീരണിഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യയെ വിളിച്ചിരുന്നു. സിദ്ധരാമയ്യയോട്ട് വിളിച്ചു. സിദ്ധരാമയ്യോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ എൻ്റെ മണ്ഡലം വയനാട്, അവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ്, ഒരു കാര്യം ചെയ്യണം, ഒരു 100 വീട് അവിടെ ഒക്കെ വെച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം സിദ്ധരാമയ്യയ്ക്കും ഭൂമി വിട്ടുകൊടുത്തില്ല സംസ്ഥാന സർക്കാർ. കാശിങ്ങി എന്നാ മതി എന്നാ പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ വിഷയങ്ങളെല്ലാം സഭയിൽ ഉയർത്തി. കാര്യമൊക്കെ ശരിയാ, സഭയിലൊക്കെ ഉയർത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് വാഴയ്ക്ക് അവർ കൊണ്ട് കൊടുത്തത്? സഭയിൽ ഉയർത്തുകയും സഭയിൽ ഇത് ഡിസ്കഷൻ വെക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ. തറക്കല്ല് കൊടുത്തു. അക്കാര്യത്തിൽ നമുക്കൊരു സമാധാനമുണ്ട്. ഇതില് ശരിക്കും പറഞ്ഞ ലോക്സഭയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ വെക്കാം. ഈ ലോക്സഭയിൽ നമ്മുടെ ഇപ്പോഴും എൻ്റെ ചോദ്യം, മനസ്സിലാകാത്ത ഒരു ചോദ്യം, ഇവർ ഇത്രയും 2 MP ഒരു MP രാഹുൽ ഗാന്ധിയും ഒരു MP പ്രിയങ്ക ഗാന്ധിയാണ്. ഇവർ 2 പേരും ദേശീയ രാഷ്ട്രീയത്തിൽ വെറും ലോക്കൽ MP ഇവര്. നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്ന് പോയിരിക്കുന്ന മറ്റേ ഏതെങ്കിലും ഇപ്പോ K. സുധാകരനെ പോലെയോ അല്ലെങ്കിൽ പിന്നെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു MP ഒന്നും അല്ല. ആ 2 MP ദേശീയ നേതൃത്വത്തിൽപ്പെട്ട 2 MP. ഒന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. എന്നിട്ട് ഈ 2 MP അവിടെ പോയി നിന്നിട്ട് നമ്മുടെ വയനാട്ടിലുള്ള ആ സാധാരണക്കാരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പ്രഷർ ചെലുത്തുകയും ആ വായ്പ എഴുതിത്തള്ളുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങൾ ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ ജനങ്ങളോട് വിശദീകരിക്കാത്തത്? അതൊക്കെയല്ലേ വിശദീകരിക്കേണ്ടത്. അവരനുഭവിച്ച ത്യാഗങ്ങളും അവരനുഭവിച്ച നൊമ്പരങ്ങളും അവരനുഭവിച്ച നേട്ടങ്ങളും എല്ലാം കൃത്യമായി ഇവർ അക്കവിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അവർക്ക് അത്രയും ത്യാഗോജ്വലമായ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് സർക്കാർ എടുത്തിട്ടുള്ള എഫർട്ട് എത്രത്തോളം വലുതായിരുന്നു എന്ന് സർക്കാരിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതിന്റെ മകുടോദാഹരണമാണ് അവിടെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ്. എന്നിട്ട് ഈ പറയുന്ന ഇത് എഴുതി തള്ളാൻ വേണ്ടിയിട്ട്, കടബാധ്യത എഴുതി തള്ളാൻ വേണ്ടി എന്ത് ചെയ്തു? സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു കേട്ടോ കടബാധ്യത. അത് വേറൊരു കാര്യം. ഇവരെന്ത് ചെയ്തു? MP ആണല്ലോ, 2 MP, ദേശീയ പ്രാധാന്യമുള്ള 2 MP. എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. ഇവിടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ പറ്റിയോ? ഇല്ല, പറ്റിയിട്ടില്ല. ഇവിടെ സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയും ഇവിടെ വന്ന് കണ്ടു പോയിട്ട് അതിനെക്കുറിച്ച് ഇവിടത്തേക്ക് വേണ്ട ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചോ? കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാൻ വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. എന്നിട്ട്
ഇവിടെ വന്നിട്ട് ഒരു ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കാൻ ഇവർ ഭയങ്കര മിടുക്കരാണെന്നേ. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നാടകം കളിക്കാൻ ഭയങ്കര മിടുക്കരാണ് ഇവർ. ഇവിടെ വന്നിട്ട് എന്താ കാണിച്ചു കൂട്ടിയെ? അവർ ശിലാസ്ഥാപനം നടത്തുന്നു, 2 ദേശീയ നേതാക്കന്മാർ വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു. ഈ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പിന്നീട് എപ്പോഴെങ്കിലും എന്റെ സഹോദരന്മാർ, എന്റെ കുടുംബാംഗങ്ങൾ എന്നൊക്കെ ഇവർ രണ്ടുപേരും വലിയവായി വെച്ച് കീറുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ആരെങ്കിലും ഈ പറയുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നു? പോട്ടെ, ഒരു നേരം അവരുടെ റിലീഫ് ക്യാമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ അവരെ താമസിപ്പിച്ചിരിക്കുന്ന പുനരധിവസിപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയിട്ട് ഒരു ദിവസം ഇവരിന്ന് കാണാനുള്ള മര്യാദയെങ്കിലും കാണിച്ചു. ഇവരെ കണ്ട് പോട്ടെ, പ്രധാനമന്ത്രി കാണിച്ചു, പിള്ളേരുടെ വന്ന് കളിക്കാനെങ്കിലും അദ്ദേഹം കുറച്ച് സമയം കണ്ടെത്തി. അല്ല, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കുറച്ച് കലണ്ടർ അടിച്ചു കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്വം തീർന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു MP എന്നുള്ള നിലയിൽ കുറച്ച് കലണ്ടർ അടിച്ച് വിതരണം ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഒരു നാടകം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. 50 വീട് വെക്കണമെന്ന് പറയുന്നു. ആ പടം 3.25 സെന്റ് സ്ഥലമുണ്ട്. 3.25 സെന്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റ് 8 സെന്റ് ഒരാൾക്ക് കൊടുക്കും. എന്താ സർക്കാർ 7 സെന്റാ കൊടുത്തേ? അപ്പൊ 1 സെന്റിന് മോളിൽ കൊടുക്കണം. 1000 സ്ക്വയർ ഫീറ്റ് ആണ് സർക്കാർ വെച്ചു കൊടുത്ത വീട്. ആ 2 മുറിയേ ഉള്ളൂ. ഇവര് വെച്ചെടുക്കുന്ന 1100 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ആ പാട കിട്ടിയിരിക്കുന്ന 3.25 സെന്റ് സ്ഥലം, അല്ലെ 3.25 ഏക്കർ സ്ഥലം. ഈ 3.25 ഏക്കർ സ്ഥലത്ത് വെച്ച് ഒരു 50 വീട് വെക്കണമെങ്കിൽ കുറഞ്ഞത് 4 ഏക്കർ ഭൂമി വേണം, വീട് മാത്രം വെക്കണമെങ്കിൽ. ഇവരുടെ കണക്ക് പറഞ്ഞാണ്, പ്രിയങ്ക ഗാന്ധിയെ കണക്ക് പറഞ്ഞത്. ഒരു 50 വീട് പൂർത്തിയാക്കണമെങ്കിൽ എത്ര വേണം? 4 ഏക്കർ മിനിമം വേണം. എങ്കില് 8 സെന്റ് വെച്ച് ഒരാൾക്ക് കൊടുത്തുകൊണ്ട് വീടുണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ റോഡ് ഫെസിലിറ്റിക്ക് എന്ത് ചെയ്യും? റോഡ് ഫെസിലിറ്റിക്ക് സ്പേസ് വേണ്ടേ? ഒരു 7 മീറ്റർ എങ്കിലും ഇല്ലാതെ റോഡ് പറ്റൂ? 7 മീറ്റർ വേണം റോഡ് ഉണ്ടാക്കാൻ. ആ റോഡും ഓരോ വീട്ടിലേക്കുള്ള റോഡ് കണക്ടിവിറ്റിയും വേണം. ഇതൊക്കെ നിർമ്മിക്കണമെങ്കിൽ എന്തൊരു സ്പേസ് വേറെ പോകും. അപ്പൊ അതൊന്നും ഈ കണക്കി വരുന്നതല്ലേ? അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് എന്തോ? അടപടല ഒരു വീട് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക, 8 സെന്റിനകത്ത് ഒരു വീട് എന്നുള്ള നിലയിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കണക്ക് പ്രകാരം നോക്കി കഴിഞ്ഞാൽ 8 സെന്റ് കണക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 സെന്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങനെ പോയിരുന്നാലും 50 കുടുംബങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ 4 ഏക്കർ ഭൂമി മാത്രം കൊടുക്കുകയാണ് വേണ്ടി വരും. വീടൂടെ വെച്ച് കഴിയുമ്പോൾ അവരെ താമസിപ്പിക്കാൻ വേണ്ടി വീട് വെച്ച് കഴിയുമ്പോൾ അവർക്ക് വേണ്ട റോഡ് കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ ജലവിതരണ സംവിധാനം, ഇലക്ട്രിസിറ്റി വിതരണ സംവിധാനം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ വേണ്ടി വരും. ഇതിനൊക്കെ സ്പേസുകൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവർ പറയുന്നത് കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ KC വേണുഗോപാൽ കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏത് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നില്ല. എന്നിട്ട് മുസ്ലിം ലീഗിനെ പുകഴ്ത്തി കുറെ അടി അടിച്ചു ആര്? രാഹുൽ ഗാന്ധി. കാരണം എന്താ? മുസ്ലിം ലീഗിന്റെ വോട്ടുണ്ട് അവിടെ വയനാട്ടിൽ ലീഗിന്റെ വോട്ടുണ്ട്. പക്ഷെ ലീഗുകാരെ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. ലീഗിന്റെ കൊടി പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ബലൂൺ ഊതി വീർപ്പിച്ച് കൊണ്ട് നടന്നോളൂ. പച്ച ബലൂണും പിന്നെ വെള്ള ബലൂണും നിങ്ങൾ ഊതി വീർപ്പിച്ച് കൊണ്ട് നടന്നോളൂ. പക്ഷെ കൊടി പിടിക്കരുത്. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമം. വീണ്ടും ഇനി 2 ഏക്കർ കൂടി അധികം പറ്റും. മൊത്തം ഇനിയും 5 ഏക്കറും കൂടി, അത് 2, 5, 7 ഏക്കർ കൂടി ഇവർ സ്ഥലം ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. 5 ഏക്കർ വീണ്ടും സ്ഥലം ഏറ്റെടുക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവർ? എന്നിട്ട് ഇവിടെ സ്ഥലം പിന്നെ നടപ്പിലാവില്ല. ഇവിടെ കഷ്ടിച്ച് 8 പിന്നെ ആകെപ്പാടം ഇതിനകത്ത് വരുന്ന ഒരു 40 വീടി താഴെ വെക്കാൻ പറ്റൂ. 8 സെന്റ് വെച്ചിട്ട് 40 വീടി താഴെ. അപ്പോഴും 3 വീട് മാത്രമാണെങ്കിൽ തന്നെ ഒരു 8 സെന്റ് വെച്ചാകുമ്പോൾ 3.25 ഏക്കർ ക്ലിയറാ 40 വീടാണെങ്കിൽ. അപ്പൊ 40 വീട്. ഈ സ്ഥലമെല്ലാം റോഡ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ ഒരു റോഡ് പോരാ ആ സമയത്ത്. അതില് എങ്ങനെയാണ് ആ വീട് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് റോഡുകളുടെ എണ്ണം കൂടും, റോഡിന്റെ കണക്ടിവിറ്റി കൂടും. റോഡ് കണക്ടിവിറ്റി കൂടുമ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് അവിടെ വെക്കാൻ പറ്റുന്ന വീടുകളുടെ എണ്ണം ഒരു 30-ൽ താഴെയായിരിക്കും. 30-ൽ താഴെയായിരിക്കും. അപ്പം ഇത്രയും വീടുകളാണ് ഇപ്പൊ അവരോട് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്കുന്നെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചു കൊടുക്കുന്നെങ്കിൽ ഈ 30 വീടി താഴെയായിരിക്കും അവരോട് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അവരുടെ സ്ഥലത്തിന്റെ കണക്കുകൾ വെച്ചിട്ട് പറഞ്ഞു. ഇപ്പൊ അവരുടെ കയ്യിലിരിക്കുന്ന അവകാശപ്പെടുന്ന വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അവർ അവകാശപ്പെടുന്ന ഭൂമിയുടെ കണക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു 30 വീടിനപ്പുറത്തേക്ക് അപ്പോൾ തന്നെ 2.5 ഏക്കറായി. 30 വീടാകുമ്പോൾ 2.5 ഏക്കറായി. ഒരു എന്തായിരുന്നാലും ഈ പറയുന്ന 50 വീട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അവിടെ നടക്കില്ല. ഇത് നമുക്ക് കണക്കുകൾ വെച്ച് കണക്കാക്കി വെക്കാൻ നമുക്ക് മനസ്സിലാവും. ഇനി ഏത് തരത്തിലുള്ള വീടുകളാണ് അവർ വെച്ചു കൊടുക്കാൻ പോകുന്നത്? ഇവരുടെ കയ്യിൽ എത്ര ഫണ്ടുണ്ട്? ഇനി അവർക്ക് 5 ഏക്കറോളം വേണമെന്ന് പറയുന്നു. 5 ഏക്കറോട് ഇനി അവർക്ക് വേണം. അപ്പൊ മൊത്തം 8 ഏക്കറോളം ഭൂമി അവർ ഏറ്റെടുക്കുന്നുണ്ട്. ആ 8 ഏക്കർ ഭൂമിയിൽ ആ ഭൂമി എവിടെയായിരിക്കും വാങ്ങുന്നത്? ഇതിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഭൂമി വാങ്ങുന്നത്. ഇനി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുകളുണ്ടോ? ഇവര് പറയുന്ന നിയമ നൂലാമാല ഉണ്ടെന്ന്. ഇവരെത്ര സ്ഥലം കണ്ടു നിയമ നൂലാമാല വരാൻ വേണ്ടിയിട്ട്? നിയമത്തിന്റെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എവിടെ? സംസ്ഥാന സർക്കാർ പറഞ്ഞ അതിനൊരു മര്യാദയുണ്ട്.
സുപ്രീം കോടതി കാശ് കെട്ടി വെച്ചിട്ടാണ് പിന്നെ സുപ്രീം കോടതി വരെ കേസ് പോയി സംസ്ഥാന സർക്കാർ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത്. അതിന് കോടിക്കണക്കിന് രൂപ കെട്ടി വെച്ചിട്ടാണ് ഇപ്പം എസ്റ്റേറ്റിൽ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയത്. ഇവരെ ആലോചിച്ച് നോക്കൂ, ഇവരുടെ ഫണ്ട് പിരിച്ച അപാകതയുണ്ട്, യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ചതിൽ അപാകതയുണ്ട്, ഈ വീട് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കാൻ നടന്നു എന്നിട്ട് കിട്ടിയില്ല എന്നൊന്നും അല്ല. ഇവർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഫണ്ട് ഇല്ലായിരുന്നേ, ഫണ്ട് വന്നിട്ടുണ്ടാകും, ഈ ഫണ്ടല്ലേ ഇവരെടുത്ത് പുട്ടടിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന പോലെ കെ കരുണാകരന് സ്മാരക മന്ദിരം നിർമ്മിക്കാത്ത ആൾക്കാരാണ് ഈ ഡയലോഗ് ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി നാടകങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കളിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇങ്ങനെ ആ വയനാട്ടിലുള്ള ജനങ്ങളോട് യാതൊരു ആത്മാർത്ഥതയില്ല. അത് പ്രിയങ്ക ഗാന്ധിക്കോ അതെ രാഹുൽ ഗാന്ധിക്കോ അതെ, ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം അവർ ഇങ്ങോട്ട് വന്നതാണ്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ നടത്തുന്ന ഈ നാടകത്തിന് ഞങ്ങളും കൂടെ കുട പിടിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് വേറെ യാതൊന്നും ഇവരുടെ ലക്ഷ്യത്തിലേ ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. പക്ഷെ പിന്നെ അവിടെ കൂടിയിരിക്കുന്നതെല്ലാം ഗുണഭോക്താക്കൾ. ഇവർ എവിടെ നിന്ന് കണ്ടെത്തും ഗുണഭോക്താക്കളെ? ലിസ്റ്റ് പുറത്താക്കിയോ? ഗുണഭോക്താക്കളെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവർ ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളിപ്പോ 50 വീട് വെക്കുന്നുണ്ട്, ഞങ്ങൾ 100 വീട്, 230 വീട്, 230 വീട് 8 സെന്റ് വെച്ച് ആകാൻ പോകുന്ന കണക്കാക്കി നോക്കുന്നു എത്ര വേണ്ടി വരുമെന്ന്. എത്ര ഏക്കർ സ്ഥലം വേണ്ടി വരും? 230 വീട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവർക്ക് പൂർത്തിയാക്കണമെങ്കിൽ മിനിമം 8 സെന്റ് വെച്ച് കൊടുക്കുക. അപ്പൊ തന്നെ എത്ര വേണ്ടി വരും? ഈ 3 ഏക്കർ മതിയാവൂ? അല്ലെങ്കിൽ 8 ഏക്കർ മതിയാവില്ല. അപ്പം ഇവർക്ക് ഈ പറയുന്ന 230 വീട്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ 30, കോൺഗ്രസിന്റെ 30, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ 100, രാഹുൽ ഗാന്ധിയുടെ 100, ഇത് 3 കൂടെ ചേർത്തിട്ടാണ് ഇവർ ഈ 230 വീട് എന്ന് പറയുന്നത്. ഇനി ആർക്ക് കൊടുക്കാനാണ്? അവിടെ ആകെ 400 വീട് മതി. അവിടെ ആകെ സർക്കാർ വെക്കുകയും ചെയ്യുന്നുണ്ട് അത്രയും വീട്. പിന്നെ ആർക്ക് കൊടുക്കുക? പിന്നെ മുസ്ലിം ലീഗിന്റെ 100 വീട് പൂർത്തിയായി. അപ്പൊ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കാക്കി പരിശോധിച്ച് നോക്കുമ്പോൾ എത്ര വീടുകളായി അവിടെ? അപ്പൊ ഇതെല്ലാം ആർക്ക് കൊടുക്കാനാ? ഇതാ പറയുന്നത്, ഇതിനകത്ത് ജനങ്ങളെ പച്ചയ്ക്ക് കബളിപ്പിക്കുന്ന ഒരു എലക്ഷൻ സ്റ്റണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രാധാന്യം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. അതായത് എനിക്ക് തോന്നുന്നത് ഈ കല്ലിട്ടത് ആ കല്ല് കിടന്ന് മുളയ്ക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനെ ചുറ്റിപ്പറ്റി വീടുകൾ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ സംശയം അവശേഷിക്കുന്നുണ്ട്. ആരാണ് ഗുണഭോക്താക്കൾ എന്നുള്ള കാര്യം പുറത്തുവിട്ടിട്ടില്ല. ആരുടെ പേരിലാണ് ആ ഭൂമി നിലനിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് അങ്ങനെയാണെങ്കിൽ തന്നെ ഒരാളുടെ പേരിലേക്ക് ഈ ഭൂമി വാങ്ങിച്ചുകൊണ്ട് ഓരോരുത്തർക്കും പേരനുസരിച്ച് അവരുടെ പേരിലേക്ക് പട്ടയം അനുവദിച്ചു കൊടുക്കണം. ഇപ്പോ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അവിടെ ഏകദേശം ഒരു 7 കോടിയോളം രൂപയുടെ പ്രോപ്പർട്ടി വാല്യൂ ഉണ്ട്. ഒരു സെന്റിന് 7 ലക്ഷം രൂപയോളം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 7 സെന്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ 49 ലക്ഷം രൂപ പ്രോപ്പർട്ടി പ്രൈസ് മാത്രം അവർക്കുണ്ട്. അപ്പൊ 1/2 കോടിയോളം രൂപയുടെ മുതലാളിമാരാണ് അവരെല്ലാവരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഏകദേശം 50 ലക്ഷം രൂപയുടെ മുതലാളിമാരാ. അപ്പൊ അവിടെ എത്ര വരും എന്നുള്ള കാര്യം കൂടെ, ഭൂമിക്ക് എന്ത് വില വരും എന്നുള്ള കാര്യങ്ങൾ കൂടി കാൽക്കുലേറ്റ് ചെയ്യപ്പെടണം. അപ്പൊ എത്ര കോടിക്കാണ് ഇത് ഏറ്റെടുത്തതെന്നും ആരുടെ പേരിലേക്ക് ഏറ്റെടുത്തതെന്നും ഇവർക്ക് പേരിലേക്ക് ഇത് പതിച്ചു കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ധാരണയായിട്ടില്ല. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി, ഇവര് വിളിച്ചാൽ വരുമല്ലോ. ഇവർ രണ്ടുപേരും വരും, അതിന് വലിയ ചെലവൊന്നുമില്ല. അപ്പൊ ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കുറച്ചധികം പൈസ അവിടെ പൊടിച്ചു കളഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളതായി എനിക്ക് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല.